വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശങ്ങളിൽ കൂടുതൽ മാറ്റം വേണമെന്ന ആവശ്യം. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനിടെ റദ്ദാക്കിയാൽ യാത്രക്കാരന് മുഴുവൻ തുകയും തിരികെ നൽകണമെന്നായിരുന്നു DGCA നിർദ്ദേശം. എന്നാൽ തീരുമാനം ബജറ്റ് എയർലൈൻസിലും ഏർപ്പെടുത്താമെന്നാണ് ട്രാവൽ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. വിമാനയാത്രക്കാരുടെ ഏറെക്കാലമായുള്ള പരാതികൾ പരിഗണിച്ചാണ് DGCA ടിക്കറ്റ് റദ്ദാക്കൽ പുനഃക്രമീകരിക്കൽ നയങ്ങൾ മാറ്റുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ആദ്യ 48 മണിക്കൂർ യാത്രക്കാർക്ക് ലുക്ക് ഇൻ ഓപ്ഷൻ നൽകണമെന്നാണ് നിർദ്ദേശം. ഈ സമയത്തിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുകയാണെങ്കിൽ മുഴുവൻ തുകയും റീഫണ്ടായി നൽകണം. യാത്ര പുനഃക്രമീകരിച്ചാൽ അധിക നിരക്ക് ഈടാക്കരുത്. വിമാന ടിക്കറ്റ് റദ്ദാക്കുമ്പോഴുള്ള റീഫണ്ട് ചട്ടങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന മാറ്റം ബജറ്റ് എയർലൈനുകൾക്ക് കൂടി ബാധകമാക്കാത്തത് തിരിച്ചടിയെന്ന് കേരള അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ്. പലപ്പോഴും ഈ ഫുൾ എയർലൈനായ എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഇത്തിഹാദ്, കുവൈറ്റ് എയർവേസ്, സിംഗപ്പൂർ എയർലൈനൊക്കെ പറഞ്ഞ കമ്പനിയേക്കാളും കൂടുതൽ ചാർജ് ഈ ബഡ്ജറ്റ് എയർലൈൻസുകൾ പീക്ക് സീസണുകളിൽ ചാർജ് ആക്കുന്നു. ഇത് ഈ സെക്ടറിൽ 31 കോടിയിൽ പരം ആളുകൾ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു വൈറ്റൽ ഇഷ്യൂ ആണ്. അപ്പോൾ 31 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, സബ്ജക്റ്റിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ബജറ്റ് വിമാന കമ്പനികളാണ് കൂടുതലും സർവീസ് നടത്തുന്നത്. ഇന്ത്യക്കുള്ളിൽ എയർ ഇന്ത്യ മാത്രമാണ് ഫുൾ സർവീസായി ഉള്ളത്. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എന്നിവ ചെലവ് കുറഞ്ഞ സർവീസുകളാണെങ്കിലും ഉത്സവ സീസണുകളിൽ ഇവയിലെ നിരക്ക് ഫുൾ സർവീസുകളേക്കാൾ കൂടുതലാണ്. ഇൻഷുറൻസ് കവറേജും ബജറ്റ് എയർലൈൻസുകളിൽ കുറവ്. അമിത നിരക്ക് ഈടാക്കുന്നത് തടയിടാൻ ടിക്കറ്റ് നിരക്കിൽ DGCA നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.